ഹായ് കൂട്ടുകാരെ, ഇന്ന് ഞങ്ങളൊരു കുഞ്ഞ് ഔട്ടിങ്ങായിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ്. ഉച്ചയ്ക്കാണ് ഇറങ്ങിയത്. അപ്പോൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ സ്ഥിരം കയറാറുള്ളൊരു കടയാണിത്. നമ്മുടെ കൊടുങ്ങല്ലൂർ ഹൈവേ റൂട്ടിലുള്ള പഴങ്കഞ്ഞി കട. ഇവിടെ പഴങ്കഞ്ഞി മാത്രമല്ല, ചട്ടിച്ചോറ്, ബിരിയാണി, നെയ്ച്ചോറ് അങ്ങനെ വേറെ കുറേ സാധനങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളത് അവിടേക്ക് കയറുകയാണ്. അതിൻ്റെ ആ ഒരു ഉൾസൈഡ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, ഒരു വലിയ ഹാൾ പോലെയാണ്. പുറത്ത് ഇരിക്കുന്നവർക്ക് അങ്ങനെ ഇരിക്കാം. ഫാമിലി റൂം പോലത്തെ ആയിട്ടുള്ള സംവിധാനങ്ങളും അവിടെ ഉണ്ട്. ഞങ്ങൾ ഫാമിലി റൂം പോലെയുള്ളതിലാണ് ഇരുന്നത്. അവിടെ വേറെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളിത് ആ ചട്ടിച്ചോറാണ് ഓർഡർ ചെയ്തത്. എനിക്ക് കുറേ നാളായിട്ടുള്ള ആഗ്രഹം എന്നത് കഴിക്കാമെന്ന്. അങ്ങനെ അത് ഓർഡർ ചെയ്തു. അതിൽ കുറേ വിഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്താ പറയുക, മീൻ വറുത്തതുണ്ടായിരുന്നു, മുട്ട വറുത്തത്, പപ്പടം, മോരുകറി, ബീഫ് വറുത്തിയത്, ചിക്കൻ വറുത്തത്, പിന്നെ ഉണക്കമീൻ പൊടിച്ചത്, അങ്ങനെ കുറേ അച്ചാർ അങ്ങനെയൊക്കെ ആയിട്ട് കുറേ വിഭവങ്ങൾ അതിനകത്തുണ്ടായിരുന്നു. കുഴപ്പം ഇല്ലായിരുന്നു, സംഭവം നന്നായിരുന്നു, എനിക്കിഷ്ടമായി. ചേട്ടനും ഞാനും അതൊക്കെ കഴിച്ചു. എന്താ പറയുക, വയറൊക്കെ നിറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഫുഡൊക്കെ കുഴപ്പമില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ചുമ്മാ ആ വഴി തന്നെ അങ്ങനെ മലങ്കര വഴി, ഇത് ഞാൻ പഠിച്ച കോളേജാണ്, SNM കോളേജ്. അതിൻ്റെ വാതുക്കലെ കൂടെയൊക്കെ ആയിട്ട് ഇങ്ങനെ പതിയെ പോയി. വെയിലാണല്ലോ, പിന്നെ പതിയെ ഇങ്ങനെ തണലൊടിച്ച് അങ്ങനെ പോയി. പോണ വഴിക്ക് ഇതാ നല്ല പച്ചപ്പൊക്കെ കണ്ടു. മുനമ്പം വഴിയാണ് പോയത്, വേറെ എവിടേക്കുമല്ല, നമ്മുടെ ചെറയിലേക്കാണ്. ചുമ്മാ കടലെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടും അതെ ഇപ്പോഴും അതെ ഒരു ഭ്രാന്ത് തന്നെയാണ്, ഒരു വികാരമാണ്. അപ്പോൾ ഇതാ ഞങ്ങൾ മുനമ്പം വഴി ചെറായി കടപ്പുറത്തേക്ക് വന്നു. വെയിലാണല്ലോ, ഉച്ച സമയത്തായതുകൊണ്ട് എല്ലായിടത്തും നല്ല വെയിലാണ്. ചില സ്ഥലങ്ങളിൽ നമുക്ക് ഇറങ്ങി നിൽക്കാനുള്ള കരഭാഗം അങ്ങനെ ഉണ്ടായിരുന്നില്ല, മഴയൊക്കെ പിടിച്ചേക്കുന്നതുകൊണ്ട്. അപ്പോൾ അതാ ഞങ്ങളിങ്ങനെ കുറേ സ്ഥലത്ത് കയറി നോക്കി. അങ്ങനെ തപ്പി ഞങ്ങൾക്കൊരു സ്ഥലം കിട്ടി. എന്താ പറയുക, നല്ല തണലൊക്കെ ഉള്ളൊരു സ്ഥലം കിട്ടി. അവിടെ കയറി. മരമൊക്കെ ഉണ്ടായിരുന്നു, മരത്തിൻ്റെ തണലിൽ ഞങ്ങളങ്ങനെ കുറേ നേരം അവിടെ ഇരുന്നു. ഫുഡ് കഴിച്ചിട്ട് ഉടനെ ഇറങ്ങിയതാണല്ലോ. കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്ന് കാറ്റുകൊണ്ട് റെസ്റ്റ് എടുത്തു. തിന്നതൊക്കെ ഒന്ന് ദഹിച്ചു തുടങ്ങിയപ്പോൾ ഞങ്ങൾ പതിയെ കടലിലേക്ക് ഇറങ്ങാൻ തുടങ്ങി. സുഹൃത്തുക്കളെ, കടലിലിറങ്ങാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പണ്ടൊക്കെ ഭയങ്കര പേടിയായിരുന്നു. തിരയിലേക്ക് ഇറങ്ങുമ്പോൾ ഈ തിര ബാക്കോട്ട് എനിക്ക് തലയിറങ്ങും. അപ്പോൾ അതുപോലെ ഇപ്പം അങ്ങനത്തെ പേടികളൊന്നുമില്ല. ഇപ്പം കടൽ കണ്ടു കഴിഞ്ഞാൽ അതിനെ ഇറങ്ങുക, നമ്മളൊന്ന് നനയ്ക്കുക, അതൊക്കെ ഒരു എന്താ പറയുക, ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. ഞങ്ങൾ ഇരുന്ന സ്ഥലം നല്ല തണലുള്ളതുകൊണ്ട് അവിടെ കുറേ നേരം ഇരുന്ന് വെയിലൊന്ന് പതിയെ മങ്ങിയപ്പോൾ ഞങ്ങൾ കടലിലേക്ക് ഇറങ്ങി. ചേട്ടൻ അങ്ങനെ അധികം ഇറങ്ങിയില്ല, ചേട്ടനാണ് വീഡിയോസൊക്കെ എടുത്തത്. ഇതിൻ്റെ ഇടയിൽ കുറേ ഞങ്ങളുടെ റീൽസ് എടുക്കാനുള്ള ബ്ലൂപ്പേഴ്സും അതും ഇതൊക്കെ കാണാവുന്നതാണ്. ഞാൻ കടലിലേക്ക് ഇറങ്ങിയ സമയം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാം, ഒരു മഴക്കാറ് പോലെയുള്ളൊരു സമയം. ആ ഒരു അറ്റ്മോസ്ഫിയറാണ് ഏറ്റവും ബെറ്റർ നമുക്ക് കടലിലേക്ക് ഇറങ്ങാനായിട്ട്. എന്താ പറയുക, നല്ല ക്ലൈമറ്റാണത്. വെയിലും ഇല്ല മഴയില്ല, അതിൻ്റെ ഇടയിലുള്ളൊരു ക്ലൈമറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ക്ലൈമറ്റ് തന്നെയാണ്. അങ്ങനെ കുറേ നേരം കടലിലിറങ്ങി, നനയേണ്ടതൊക്കെ നനപ്പിച്ച്, പാൻറ്റൊന്നും കയറ്റി വയ്ക്കാൻ പറ്റിയില്ല. അങ്ങനെ നനയാനുള്ളതൊക്കെ നനഞ്ഞു. കുറേ നേരം അങ്ങോട്ട് നടക്കുക ഇങ്ങോട്ട് നടക്കുക, ഇതൊക്കെ തന്നെ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ നമ്മൾ സ്ഥിരം ചെയ്യുന്ന കലാപരിപാടികൾ, പേര് എഴുതി വയ്ക്കുക, മാച്ചുകൊണ്ട് പോവുക, അങ്ങനത്തെ സ്ഥിരം കലാപരിപാടികളും. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഫോട്ടോഷൂട്ടും, പിന്നെ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, റീൽസിന് വേണ്ടിയിട്ട് കുറേ വീഡിയോസൊക്കെ എടുത്ത് നോക്കി. അതിൻ്റെ ഇടയിൽ കുറേ ബ്ലൂപ്പേഴ്സും പൊട്ടിച്ചിരികളും ഒക്കെ കാണാം. ക്യാമറാമാനൻ വേറെ ആരുമില്ല, എൻ്റെ സ്വന്തം കെട്ടിയനാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ എനിക്ക് കുറേയൊക്കെ കൂടുതൽ നമ്മൾ അഭിനയിക്കുമ്പോൾ ചിരി വരും, അങ്ങനത്തെ ഒരു ടൈപ്പാണ്. അപ്പോൾ അത് ഒക്കെ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം. പിന്നെ എൻ്റെ എന്ത് കുരുത്തംകുളത്തിനും കൂടെ നിൽക്കുന്ന ആളാട്ടാ എൻ്റെ കെട്ടിയവൻ. അതിൻ്റെ പേരിലാണ് നമ്മളിങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുന്നതും. ഇങ്ങനെയൊക്കെ ഓരോ ഔട്ടിങ്ങും ഇതിനൊക്കെ പ്ലാൻ ചെയ്ത് പോകാൻ പറ്റുന്നതൊക്കെ. ഇത് ഞങ്ങളുടെ വിച്ചു ആയില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ രണ്ടുപേരും നിക്ക് നെയിമാണ്. ഇത് വെച്ചിട്ടാണ് ഞങ്ങൾ പരിചയപ്പെട്ടത് തന്നെ. അതിൻ്റെ പേരിൽ അതൊക്കെ എഴുതി വെച്ചു, കടലമ്മേനെ കൊണ്ട് മയിപ്പിച്ചു. ഇനി ബാക്കി നിങ്ങൾ കാണൂ, അല്ലാണ്ട് ഞാനിപ്പോൾ എന്താ പറയുക.
എന്താ പറയുക, ഏതൊരു ആണിൻ്റെ പുറകിലും ഒരു പെണ്ണുണ്ട് എന്ന് പറയുന്ന പോലെ എൻ്റെ ഏതൊരു റീൽസിന് പിന്നിലും എൻ്റെ കെട്ടിയൻ്റെ കൈകളുണ്ട് സുഹൃത്തുക്കളെ. അതാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ എൻജോയ്മെൻറ്റും എൻ്റർടൈൻമെൻറ്റും ഒക്കെ കഴിഞ്ഞ് കുറച്ച് നേരം കൂടി ആ തണലത്ത് അങ്ങനെ ഇരുന്നു വിശ്രമിച്ചു. നനഞ്ഞതൊക്കെ ഉണങ്ങണ്ടേ, കുറച്ച് നേരം കാറ്റൊക്കെ കൊണ്ടിരുന്നു. അവിടെ നിന്ന് പിന്നെ വീട്ടിലേക്ക് തിരിച്ച് യാത്രയായി. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.